എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. മൂകാംബികാവാണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഉദയരവിസഹസ്രദ്യോതിതം രൂക്ഷവീക്ഷം പ്രളയജലധിനാഥം കൽപ്പക്രീഡ്വന്യവക്ത്രം സുരപതിരിപുവക്ഷച്ഛേദരക്തോക്ഷിതാംഗം പ്രണതഭയഹരം തം നാരസിംഹം നമാമി. നരസിംഹ ജയന്തി ആഗതമായിരിക്കുന്നു. ഈ വർഷത്തെ നരസിംഹ ജയന്തി ഏപ്രിൽ 30 വ്യാഴാഴ്ചയാണ് ആഘോഷിക്കപ്പെടുന്നത്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശിയാണ് നരസിംഹ ജയന്തിയായി ആഘോഷിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 4ാമത്തെ അവതാരത്തിൽ ഭഗവാൻ നരസിംഹരൂപത്തിൽ ഉഗ്ര അവതാരമെടുത്തു. എന്താണ് നരസിംഹാവതാരത്തിൻ്റെ പ്രതീകാത്മകത എന്ന് ചിന്തിച്ചാൽ ആഴമേറിയ ഒരു ആത്മീയ അർത്ഥം നരസിംഹരൂപത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അർദ്ധമനുഷ്യനും അർദ്ധസിംഹവുമായ അതുല്യവും ഉഗ്രവുമായ നരസിംഹരൂപം മനുഷ്യൻ്റെ അവബോധത്തിൻ്റെയും ദിവ്യശക്തിയുടെയും സന്തുലിതാവസ്ഥയെ കാണിക്കുന്നു. മൃഗത്തിൽ നിന്ന് മനുഷ്യാവബോധത്തിലേക്കുള്ള ഉയർച്ചയെ നരസിംഹരൂപം പ്രതിനിധീകരിക്കുന്നു. സിംഹഭാഗം ധൈര്യം, ശക്തി, ഭക്തരുടെ സംരക്ഷണം എന്നിവയെ പ്രതിനിധീകരിക്കുമ്പോൾ മനുഷ്യഭാഗം കരുണ, ദയ, യുക്തിബോധം എന്നിവയെ സൂചിപ്പിക്കുന്നു. ത്രിസന്ധ്യാനേരത്താണല്ലോ നരസിംഹാവതാരം, അതായത് വെളിച്ചത്തിനും ഇരുട്ടിനും ഇടയിലുള്ള നിമിഷം. ഇത് സൂചിപ്പിക്കുന്നത് ഭക്തർക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ദൃഢവിശ്വാസത്തോടെ അചഞ്ചല ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ ദൈവീകമായ സഹായം തീർച്ചയായും ലഭിക്കും എന്നുള്ളതാണ്. അചഞ്ചലമായ ഭക്തിയും ദൃഢവിശ്വാസവും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെ കീഴടക്കും എന്നുള്ളതാണ്. ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ, ഹിരണ്യകശിപുവിനെ വധിക്കാൻ തൂണു പിളർന്ന് നരസിംഹാവതാരം എടുത്തു. ഭക്തിയുടെ ശക്തി എത്രത്തോളം ശക്തമാണെന്നുള്ളതും അതുപോലെ ഭഗവാൻ എപ്പോഴും തൻ്റെ അചഞ്ചലരായ ഭക്തർക്ക് തുണയായിരിക്കും എന്നുള്ളതും ആണ് ഈ ഐതിഹ്യ കഥയുടെ സന്ദേശം. തിന്മയുടെ മേൽ നന്മയുടെ വിജയമായി നരസിംഹ ജയന്തി കൊണ്ടാടപ്പെടുന്നു. അതുപോലെ അചഞ്ചലമായ വിശ്വാസത്തോടെ നമ്മുടെ ജീവിത വഴികളിൽ എന്ത് വെല്ലുവിളികളുണ്ടെങ്കിലും നമുക്ക് കീഴടക്കാൻ കഴിയും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നരസിംഹ ജയന്തി. നീതി, കരുണ, സഹിഷ്ണുത, ഭക്തി എന്നിവയോടുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കാനുള്ള ഒരവസരം കൂടിയാണ് നരസിംഹ ജയന്തി. ഈ വർഷത്തെ നരസിംഹ ജയന്തി ഏപ്രിൽ 30 വ്യാഴാഴ്ചയാകുന്നു. ചതുർദശി ഏപ്രിൽ 29 7:51 PM തുടങ്ങി ഏപ്രിൽ 30 9:12 PM അവസാനിക്കുന്നു. നരസിംഹ ജയന്തി ഉപവാസത്തോടുകൂടി വ്രതമെടുത്ത് ആചരിക്കാം. 3 ദിവസത്തെ ഉപവാസം എടുക്കുന്നത് നല്ലതാണ്. തലേദിവസം മുതൽ ഉപവാസം എടുത്ത് തുടങ്ങാം. ഇല്ലെങ്കിൽ അന്നേ ദിവസം, അതായത് ഏപ്രിൽ 30-ാം തീയതി ഒരു ദിവസത്തെ ഉപവാസമാണെങ്കിലും എടുക്കാം. സൂര്യോദയത്തോടെ ഉപവാസം ആരംഭിച്ച് ത്രിസന്ധ്യാനേരത്ത് നരസിംഹം അവതരിച്ച സമയം വരെ തുടരുക. ഒരിക്കലൂണോ പൂർണ്ണ ഉപവാസമായോ ഫലങ്ങൾ മാത്രം ഭക്ഷിച്ചോ ജലം മാത്രം സേവിച്ചോ ഉപവാസമെടുക്കാം. ഇനി ഉപവാസം എടുക്കുന്നില്ലെങ്കിലും അന്നേ ദിവസം അതിരാവിലെ സ്നാനം ചെയ്ത് നരസിംഹമൂർത്തിയെയും ലക്ഷ്മി ദേവിയെയും സങ്കല്പിച്ച് നിത്യപ്രാർത്ഥനകൾ കഴിച്ച് അതിനുശേഷം ലക്ഷ്മീ നരസിംഹ മന്ത്രം 7 പ്രാവശ്യം ജപിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. ഇതാണ് ലക്ഷ്മീ നരസിംഹ മന്ത്രം. ഓം നമോ നാരസിംഹായ നാരായണായ മധുസൂദനായ ലക്ഷ്മീ പ്രിയായ നരസിംഹായ നമഃ. വീടുകളിൽ തന്നെ നരസിംഹ പൂജ ചെയ്യാം. പ്രദോഷ സമയമാണ് നരസിംഹ പൂജയ്ക്ക് ഉത്തമം. ഏപ്രിൽ 30 പൂജാസമയം 4:17 PM മുതൽ 6:56 PM വരെയാകുന്നു. പാരണ മെയ് 1 6:11 AM ശേഷം. ത്രിസന്ധ്യയിൽ വീട്ടിൽ നരസിംഹമൂർത്തിയുടെ ചിത്രമുണ്ടെങ്കിൽ വെച്ച് ഒരു നെയ്വിളക്ക് കൊളുത്തി ചുവന്ന പൂക്കൾ അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ചെത്തി മുതലായ പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. നരസിംഹമൂർത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണ് ചെത്തിപ്പൂ. ചിത്രം ഇല്ല എങ്കിൽ മനസ്സിൽ നരസിംഹമൂർത്തിയെ സങ്കല്പിച്ച് നമുക്ക് നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം. പൂജയ്ക്കായി ചുവന്ന പൂക്കൾ
സമർപ്പിക്കുന്നത് ഉത്തമം. ചെത്തി ഉണ്ടെങ്കിൽ അത് നല്ലത്. നൈവേദ്യത്തിനായി മധുരപലഹാരങ്ങൾ, കടുംപായസം അല്ലെങ്കിൽ പായസം, പാനകം മുതലായവ വയ്ക്കാം. അന്നേ ദിവസം നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിലോ വിഷ്ണു ക്ഷേത്രങ്ങളിലോ ദർശനം ചെയ്യുന്നത് ഉത്തമമാകുന്നു. വഴിപാടായി ചെത്തിപ്പൂമാലയോ തുളസിമാലയോ സമർപ്പിക്കുന്നത് നല്ലതാണ്. അഭീഷ്ടസിദ്ധിക്കും വിവാഹ തടസ്സങ്ങൾക്കും നെയ്വിളക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ്. അതേപോലെ അന്നേ ദിവസം ലക്ഷ്മി നരസിംഹ പൂജ ചെയ്യുന്നതിലൂടെ കടങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, രോഗാവസ്ഥയിൽ നിന്നും മോചനം, കോടതി കേസുകളിൽ നിന്ന് വിജയം, നിയമപരമായ കാര്യവിജയം എല്ലാം സാധ്യമാകുന്നു. അന്നേ ദിവസം ലക്ഷ്മി നരസിംഹ സ്തോത്രം ജപിക്കുക, ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുക എന്നിവയൊക്കെ ഉത്തമമാകുന്നു. നരസിംഹ കവചം ജപിക്കുന്നതും നല്ലതാണ്. വിഷ്ണു സഹസ്രനാമപാരായണം നടത്തുന്നതും നല്ലതാണ്. ആഗ്രഹസാഫല്യം, ഋണമോചനം, തൊഴിൽ, വിവാഹ തടസ്സങ്ങൾ മുതലായവ നരസിംഹ ഭജനത്തിലൂടെ നീങ്ങുന്നു. അതുപോലെ ശത്രുശല്യം, ഭയം, രോഗമുക്തി എന്നിവയ്ക്കൊക്കെ നരസിംഹ ഭഗവാനെ ഭജിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. വായു ഭഗവാന്റെ നാളായ ചോതി നക്ഷത്രത്തിൽ നരസിംഹ ഭഗവാനെ പൂജിക്കാൻ വളരെ ഉത്തമമാണ്. എല്ലാവർക്കും നരസിംഹ ജയന്തി ആശംസകൾ.